അല്ല, കേരള കോൺഗ്രസ് ഇപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അത് ഉള്ളതുകൊണ്ട് മാത്രമല്ലല്ലോ ജയം ഉണ്ടായിട്ടുള്ളത്, ഇപ്പം പരാജയം ഉണ്ടായിട്ടുള്ളത്. രണ്ടും കാണണ്ടേ അതേപോലെ. അല്ല, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും CPIM ഉണ്ടായിട്ടില്ല. ഏത് പ്രശ്നത്തിലുമില്ല. അവരുടെ പ്രശ്നമല്ല, അവർ വർഗീയമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. വർഗീയതയും അതുപോലെ തന്നെ വിശ്വാസവും രണ്ടായി കാണണം. വർഗീയതയല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കൊന്നും ഈ വർഗീയതയില്ല. വർഗീയവാദികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരവേലയുണ്ട്. ആ പ്രചാരവേല ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും ഏശിയിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായി കണ്ടിട്ടുണ്ട്. ആര് ചോദിച്ചത്? അതാ പറഞ്ഞത്, നിങ്ങൾ ഒന്നും മാത്രം എടുക്കണ്ട. പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് പറയാം. അതല്ലേ ഞാൻ പറഞ്ഞത്. റിവ്യൂ തീരുന്നതോടുകൂടി ഞങ്ങൾക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്രത്തോളം ഉണ്ട്, ഓരോന്നും എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിരുന്നത്. അത് നിങ്ങൾ പറഞ്ഞില്ലേ, അതില്ലാതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശബരിമല ഇന്നിപ്പം MP മാരുടെ സമരം അവിടെ BJPക്ക് വേണ്ടിയാണല്ലോ നടത്തിയത്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾ അല്ലല്ല, അതെല്ലാം മാറ്റി നിർത്തൂല. ഒന്നും മാറ്റി നിർത്താൻ പോകുന്നില്ല. എല്ലാം കൂടി ചേർന്ന് പരിശോധിച്ചിട്ട് എന്തൊക്കെയാണോ മനസ്സിലായ കാര്യം അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ തിരുത്തൽ വേണോ ആ തിരുത്തൽ ഞങ്ങൾ നടത്തും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, സൂപ്പർ സർക്കാർ തന്നെയാണ്. പക്ഷേ താഴത്തെ എത്രത്തോളമാണെന്ന് പരിശോധിക്കാം. സംഘടനാ വീഴ്ചയൊക്കെ ഉണ്ടാവുന്നു. ഇപ്പോൾ സംഘടനാ വീഴ്ചയില്ല നമ്മളാരും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ വീഴ്ചയും പരിശോധിക്കും. രാഷ്ട്രീയമായ വീഴ്ചയുണ്ടോ, സംഘടനാപരമായ വീഴ്ചയുണ്ടോ, അതുപോലെ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. കുഴപ്പമില്ല, നല്ല സമയം ഇത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടരും. നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഈ ഇലക്ഷനിൽ എവിടെയെങ്കിലും ജയിക്കുകയോ തോക്കുന്നതിനനുസരിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് പരിശോധന. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്താൻ അടുത്ത ഈ 3ാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ടേക്ക് വരാൻ അതല്ലേ പരിശോധന. അത് നോക്കാം നമുക്ക്. അല്ല, എന്തിനാണെന്ന് സമ്മതിക്കുന്നത് നോക്കട്ടെ, ഉണ്ടെങ്കിൽ പരിശോധിക്കാം. ഞാൻ പറഞ്ഞല്ലോ പരിശോധിക്കാം. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ അതില്ല. ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ. എവിടെയുണ്ടായി അങ്ങനെ? അതൊന്നുമായിട്ടില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു അങ്ങനെയാണെന്ന് ഒരാൾ മത്സരിച്ച സ്ഥലത്തല്ലേ പ്രശ്നം ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് പണിയാകുന്നു. അയാൾ പിന്നെ എന്താ ഓരോ രാജ്യയിൽ അസംബ്ലിയിലല്ലേ? അതിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നാൽ അത് അവസാനം വനവാസത്തിന് തന്നെ കൊണ്ടിരും. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാ, ഒരു കമ്മ്യൂണിസ്റ്റിന് പരാജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ പരാജയമാണെന്നോ വിജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ വിജയമാണോ എന്ന ഒരു തെറ്റിദ്ധാരണയുള്ളവരല്ല ഞങ്ങൾ. വനവാസം എന്ത് വനവാസം? അതെല്ലാം പഴയ കാലം പറഞ്ഞു വെച്ചല്ലേ. ഞാൻ പോയില്ല വനവാസത്തിൽ. വനവാസം രാഷ്ട്രീയം വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഈ ഭരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വന്നിട്ടുള്ള ഒരാളല്ല.